അമ്മ കല്യാൺ സിൽക്സിന്റെ അവിടെ വിടുവോ? കല്യാൺ സിൽക്സിന്റെ അവിടെ. ഓ 50 രൂപയാവും. കുട ഞാനിങ്ങെടുത്ത്. ഒരു അരമണിക്കൂർ ലേറ്റായതിനാ ഇങ്ങനെ പറയുന്നേ. നമസ്കാരം. ഇന്ന് നമ്മൾ ബാങ്കിൽ പോകാട്ടോ. കുറേ നാളുകൊണ്ട് ബാങ്കിൽ കയറി ഇറങ്ങുക. അപ്പോൾ ഇന്ന് എൻ്റെ പാസ്ബുക്കിൽ ഫോട്ടോ പതിപ്പിക്കണം, സീല് പതിപ്പിക്കണം, പിന്നെ നമ്മുടെ സ്വിഫ്റ്റ് കോഡ് വാങ്ങിക്കാനായിട്ട് പോകണം. ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ് വേണമല്ലോ. നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റിൻ്റെ അല്ലല്ലോ, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പം സ്വിഫ്റ്റ് കോഡ് വേണമെന്ന് പറഞ്ഞു. അപ്പം നീലൂട്ടൻ പോയി കേട്ടോ. നീലൂട്ടൻ പോയി, അങ്കമാടി പോയി. അപ്പോൾ ഞാനും അമ്മയും കൂടെ പോകുന്നത്. അപ്പം എന്തായാലും പോയിട്ടേ റെഡി ആയിട്ടോ. എൻ്റെ ഉടുപ്പ് കൊള്ളാവോ? പോവാം. അമ്മ ബാത്റൂമിൽ. ഞാൻ കുപ്പി വെള്ളം ഒഴിച്ചിട്ട് എവിടെ കൊണ്ടുവച്ച? ഇതായിരിക്കുന്നു, കിട്ടി. അടുക്കളയിൽ തന്നെ വെച്ചിരുന്നു വെള്ളം ഒഴിച്ചിട്ട്. കണ്ണാടി വയ്ക്കണം. കണ്ണാടി വെച്ചൊരു ബുജ്ജി ലുക്കല്ലേ? വേണ്ട, ബാങ്കിൽ പോവല്ലേ, ഇരിക്കട്ടെ. വേണ്ട, കൊള്ളൂല, ഊര. ഇത് മതി, എടുത്തേക്കാം. പോയി. അയ്യോ, അങ്ങനെ ചലോ. നില വാങ്ങിച്ച കപ്പലണ്ടിയാണ്. അതാണ് ഇങ്ങനെ അവിടെ ഇരിക്കട്ടെ. വന്നിട്ട് പിന്നെ നീലൂട്ടൻ്റെ കൂടെ എടുത്തോണ്ട് പോവാട്ടോ. അതിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. പാവാ. അംഗനവാടി പോകുന്ന കൊച്ചിനെ കണ്ടോ കുടയൊക്കെ ആയിട്ട്? കാണിക്കുമ്പോൾ കുട കാണിക്കുന്നത്. അംഗൻവാടി പോവാ. അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ കുത്തിപ്പൊക്കിയതാ. അതിന് ഒറ്റയ്ക്ക് പോന്നേ? എല്ലാം മണ്ണലാവുക. ഇതൊന്നും ഇടയ്ക്ക് മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരിക്കും. അമ്മച്ചോ, 11:30. അരമണിക്കൂറല്ലേ ഞാൻ പറഞ്ഞതിൽ നിന്ന് മാറ്റം വന്നുള്ളൂ. 11 മണിയെന്ന് പറയും. 11:30 ഞാൻ ഇറങ്ങിയില്ലേ? അത് നടക്കത്തില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എടുക്കുന്നവർ വാക്ക് വന്ന പോലല്ലേ പറയുന്നത്. വാക്കിന് വിലയുണ്ടാവണമെന്ന്. ഒരു അരമണിക്കൂർ ലേറ്റായതിനാ ഇങ്ങനെ പറയുന്നേ. വാക്കിന് വിലയുണ്ടാവണം. ഇനി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഒന്നും കൊടുക്കാമെന്ന്. ഞാൻ ആരോടും വാക്കൊന്നും പറയാൻ പോകത്തില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കും. ഇല്ലയോ? എന്തെങ്കിലുമൊക്കെ പറയാൻ പോകുമ്പോഴേ അത് പ്രശ്നമാകുന്നത്. ഞാനത് തരാം എന്ന് പറയുമ്പോഴത്തേനും അവളത് തന്നില്ല എന്ന് പറയും. ഈ മുരിങ്ങയൊക്കെ കണ്ട മുരിങ്ങ കൊണ്ട് കാപ്പോട് നിൽക്കുവേ. എനിക്കത് വലിച്ച് പറിച്ച് ഒടിക്കാൻ പേടിയാണ്. കറണ്ട് കമ്പി ആയതുകൊണ്ട് കരിഞ്ഞൊക്കെയാണ് അതിനകത്ത് ഇരുന്നാലോ. ആ പറിച്ചെന്ന് തോന്നുന്നു. ഇതിനകത്തുണ്ടായിരുന്നു കുറേ. പറിച്ച് കാണും. പക്ഷെ അന്ന് വന്നപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോഴേ പറിക്കാൻ പറ്റുമായിരുന്നു. ഒരെണ്ണം വിളഞ്ഞു നിന്ന്. പറിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നാമത് അവനും കൂടെ കൂടുണ്ട്. ഞങ്ങൾ രണ്ടുപേരോടെ കരിഞ്ഞ് അതിനകത്ത് ഇരിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ എടുത്തില്ല. കുട നോക്കമ്മേ. വെയിൽ കുട എടുത്തോണ്ട് വന്നിട്ട് വെയിലും കൊണ്ടുകൊണ്ട് നടക്കുന്നു. ഇതെങ്ങനെ നോക്കുന്നേ? അംഗനവാടി പോകുന്ന 2 കുഞ്ഞു പിള്ളേർ.
ഒരാൾ സാരി ഒരാൾ ചുരിദാറുമാണ്. പിന്നെ പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു യൂണിഫോമായിട്ട് ഒരാൾ സാരിയും ഒരാൾ ചുരിദാറും ഇട്ടുകൊണ്ട് പറഞ്ഞു. കുട ഞാനിങ്ങെടുത്ത്. രണ്ടുപേർക്ക് ഒരുമിച്ച് നടന്നു പോകാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങെടുത്ത് കുട. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇരിക്കാൻ സമയമില്ല, നമുക്ക് പോണം. സ്ഥലം പൂട്ടിയിട്ടേക്കുവാ. പിന്നെന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നത്? കസേരയെല്ലാം എടുത്തിട്ടിട്ട് പൂട്ടിയിട്ടേക്കുന്നത്. ഉണ്ട്. എന്തൊരു വെയില്, എന്തൊരു വെയില്. അതവിടെ അതുകൊണ്ട് എത്തി. ആളുണ്ടോ അതില്? ആളുണ്ട്. എന്താ ഈ ഓട്ടോക്കാരൊക്കെ പോവാത്തത്? ഇവിടല്ലേ രാത്രിയായ ഓട്ടം പോകത്തില്ല, പകല് ചോദിച്ചാലും ഓട്ടം പോകത്തില്ല. പിന്നെ എന്തിനാ ഓട്ടോയും കൊണ്ട് നടക്കുന്നേ? ഓട്ടോക്കാരനാണ്. ഇതിലാളില്ലെന്ന് തോന്നുന്നു. അമ്മ കല്യാൺ സിൽക്സിന്റെ അവിടെ വിടുവോ? കല്യാൺ സിൽക്സിന്റെ അവിടെ. ഓ 50 രൂപയാവും. പാലം കയറിയിട്ട് നേരെ 100 ബസ് ഓടുണ്ട്. അതുവഴിക്കാണ് നേരെ പോയത്. ഓ അവിടുത്തെ ബസ് സ്റ്റോപ്പിലോട്ട് നിർത്തിയാൽ മതി. അങ്ങോട്ട് പോയാലും അത് അങ്ങോട്ട് ഇവിടെ നിർത്തിയാൽ മതി.
ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു, മുഖം ഒരുമാതിരി ഇരിക്കുന്നു. വണ്ടി വരുന്നുണ്ടേ, കാറ്.